എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ ബസ് റൂട്ടിൽ നിന്നും പ്രൈവറ്റ് ബസ് റൂട്ടിൽ നിന്നും വെറും 950 മീറ്റർ മാത്രമാണ് ഭംഗിയുള്ള ഈ വില്ലകളിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ഇതുപോലുള്ള ഒരു ഗേറ്റഡ് എൻട്രൻസിനകത്ത് 3 വീടുകളാണ് സെയിലിനായിട്ടുള്ളത്. ഒരു വീട് കംപ്ലീറ്റ്ലി വർക്ക് കഴിഞ്ഞ് നിങ്ങളെ കാത്തിരിക്കുകയാണ്. ബാക്കിയുള്ള 2 വീടുകൾ അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ ബസ് റൂട്ടിൽ നിന്ന് വെറും 950 മീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. എക്സാക്ട് ആയിട്ട് പറയുകയാണെങ്കിൽ ആലുവ പെരുമ്പാവൂർ റൂട്ടിലുള്ള കാർമൽ ഹോസ്പിറ്റൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്ന് വെറും 950 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇതുപോലെ ഗേറ്റഡ് കോമ്പൗണ്ടിനകത്ത് 3 വീടുകളാണ് നമുക്ക് വരുന്നത്. ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച് ഭംഗിയുള്ള വീതിയുള്ള വഴിയുടെ 2 സൈഡിലും ഭംഗിയായിട്ടാണ് പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കിയാൽ കാണാം ഒരേ റോയിലായിട്ടാണ് 3 വീടുകൾ വരുന്നത്. നിങ്ങൾ ആദ്യം കാണുന്ന 2 അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. മൂന്നാമതൊരു വീടാണ് നമുക്ക് ഇവിടെ സെയിലിനായിട്ടുള്ളത്. നമുക്ക് ആ ഒരു വീട് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. നമുക്ക് ഈ ഒരു വീട്ടിൽ നിന്ന് പ്രപ്പോസ്ഡ് സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് നോക്കുവാണെങ്കിൽ വെറും 400 മീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ആലുവ മെട്രോ സ്റ്റേഷൻ, ആലുവ റെയിൽവേ സ്റ്റേഷൻ എല്ലാം വളരെ അടുത്താണ്. വെറും 3.5-4 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടെ നിന്ന് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. തൊട്ടടുത്ത് തന്നെ നമുക്ക് ഒരുപാട് സ്കൂളുകളാണെങ്കിലും ചർച്ചുകളാണെങ്കിലും മോസ്കുകളാണെങ്കിലും ടെമ്പിൾസും എല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് എയർപോർട്ടിലേക്ക് നോക്കുവാണെങ്കിൽ വെറും 13 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. കളമശ്ശേരി കുസാറ്റിലേക്ക് 6 കിലോമീറ്റർ, കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 13 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. നമുക്കിതിന്റെ ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ 4.79 ആണ് വരുന്നത്. ബിൽഡിംഗ് ഏരിയ നോക്കുവാണെങ്കിൽ 2200 സ്ക്വയർ ഫീറ്റുമാണ് വരുന്നത്. ഇതൊന്നും കൂടാതെ 4 ബെഡ്റൂമുകളും റീഡിംഗ് റൂമും വെൽ വാട്ടറും 2 കാറുകൾക്കുള്ള പാർക്കിംഗ് ഫെസിലിറ്റി ഒക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ടും മനോഹരമായിട്ടും ചെയ്തിരിക്കുന്ന ഒരു ആർക്കിടെക്ചറൽ വില്ലയുടെ വിശേഷങ്ങളാണ് ഇന്ന് മാർബിൾ ഹോംസിലൂടെ പങ്കുവയ്ക്കുന്നത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ഒരു വീടിന്റെ എൻട്രൻസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അകത്തേക്ക് നോക്കുവാണെങ്കിൽ ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. മതിലിനകത്തൊക്കെ നോക്കുവാണെങ്കിൽ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ടെക്സ്ചർ വർക്കാണ്. വീടിന്റെ പെയിന്റ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളറിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. എലിവേഷൻ നിങ്ങൾ കണ്ടതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. സ്ട്രെയിറ്റ് നമ്മുടെ വീടിനകത്തേക്ക് വരുമ്പോൾ നമുക്ക് കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ച് ഇവിടെയാണ്. അതും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു പോർച്ച് ചെയ്തിരിക്കുന്നത്. മുകളിൽ കംപ്ലീറ്റ് നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകളും സിലിണ്ടറിക്കൽ ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഏരിയ നമുക്ക് വലിയൊരു കാറിന് തന്നെ പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് ആണ് കിട്ടുന്നത്. നമുക്കിവിടെ 4.79 ലാൻഡ് വരുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു 3 കാറുകൾക്ക് വരെ അഡ്ജസ്റ്റ് ചെയ്ത് പാർക്ക് ചെയ്യാം. ഇന്നോവ പോലുള്ള വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് 2 കാറുകളും ആ ഭാഗത്തായിട്ട് ഒരു കാർ ഇങ്ങനെയും പാർക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് 3 കാറുകൾക്ക് വരെയുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഒരു പാർക്കിംഗ് ഏരിയ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മുടെ മതിലാണ്, കോമ്പൗണ്ട് വാൾ ആണ്. അത് എൻഡ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ പ്ലാന്റ് ബോക്സ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഓൾറെഡി പ്ലാന്റ്സും വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനെ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ വീടിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഏരിയ സ്പേഷ്യസ് ആണ്. ടൈലാണ് വിരിച്ചിരിക്കുന്നത്. എൻഡിലെ ആ ഭാഗത്തായിട്ട് നമുക്കൊരു അലക്കുകല്ല് കിട്ടുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് ഇവിടെ വേസ്റ്റ് മാനേജ്മെന്റിനൊക്കെ ആയിട്ട് പ്രോപ്പർ ആയിട്ട് ആ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം എല്ലാം തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ അലക്കുകല്ലിന് അടുത്തായിട്ട് തന്നെ നിങ്ങളുടെ കിച്ചൺ വേസ്റ്റ് സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാം തന്നെ നല്ല ഫെർട്ടിലൈസർ ആയിട്ട് മാറുന്ന ആ ഒരു സിസ്റ്റം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഏരിയ സ്പേഷ്യസ് ആണ്. വർക്ക് ഏരിയയുടെ ഡോർ ആണ് ആ കാണുന്നത്. നമുക്കിനി വീടിന്റെ ഈ ഒരു ഭാഗത്തേക്ക് കണ്ടു നോക്കാം. ഇവിടെ ചെറിയ പൈപ്പ് കണക്ഷൻ വരുന്നുണ്ട്. അതിനെ കണ്ടിന്യൂ ചെയ്ത് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു പാറ്റു ഏരിയയാണ് വരുന്നത്. നല്ല വൈബോട് കൂടിയിട്ടാണ് പാറ്റു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിലൊക്കെ മൊറോക്കൻ ടൈലാണ്. വോളിൽ നോക്കുവാണെങ്കിൽ ബ്രിക്ക് ഡിസൈൻ വരുന്ന ടൈലും LED സ്ട്രിപ്പുകളും ഒക്കെ കൊടുത്ത് റൂഫ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വഴി എൻഡ് ചെയ്യുന്ന ഭാഗത്തായിട്ടാണ് നമുക്ക് വെല്ല് വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം. ഇവിടെയും നല്ല ഏരിയ സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് മെറ്റൽ ചിപ്പ് വിരിച്ചിട്ട് ഫുഡ് സ്റ്റെപ്പ് വെക്കാനായിട്ട് സ്റ്റോൺസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കണ്ടിന്യൂ ചെയ്തു വരുന്ന ഭാഗം വർക്ക് ഏരിയയുടെ ഓപ്പോസിറ്റ് ഡോർ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അത്യാവശ്യത്തിന് സൗകര്യങ്ങൾ കൊടുത്തിട്ടാണ് സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു പാർട്ടീഷൻ പോലെ ജാളി വർക്കിന്റെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അതിന്റെ ഇന്നർ പോർഷനിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഷൂ റാക്കാണ് വരുന്നത്. നല്ല ഭംഗിയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഷൂസ് ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് ധാരാളം സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ LED സ്ട്രിപ്പും അതുപോലെ തന്നെ ചെറിയൊരു ഫാനും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മെയിൻ ഡോർ വരുന്നത് ഈ ഭാഗത്താണ്. ഇവിടുത്തെ നമുക്ക് പുറത്തേക്കുള്ള 4 ഡോറുകൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ മഹാഗണിയിലാണ് ചെയ്തിരിക്കുന്നത്.
മെയിൻ ഡോർ ഈസ്റ്റ് ഫേസിംഗ് ആണ്, കിഴക്കോട്ടാണ് ദർശനം വരുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈൻ ഇതുപോലെ 2 പാളികളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ലിവിംഗ് സ്പേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ മാറ്റ് ഫിനിഷോട് കൂടിയിട്ട് ഭംഗിയുള്ള ടൈലുകളാണ്. ഗ്രേ ആണ് വരുന്നത്. 2 ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് കാണാം. അത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലൈൻഡ്സ് ആണ് ഇട്ടിരിക്കുന്നത്. ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ഈ കാണുന്ന ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ നമുക്ക് വിൻഡോസ് വരുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ വെളിച്ചവും എയർ സർക്കുലേഷൻ എല്ലാം തന്നെ കിട്ടുന്നുണ്ട്. റൂഫിന്റെ ഏറ്റവും ടോപ്പിൽ പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ട് ഭംഗിയായിട്ടാണ് ഒരു ഷാൻലിയർ അവിടെ ഹാങ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിന്റെ നീളവും വീതിയും ഒക്കെ നോക്കുവാണെങ്കിൽ 12.5 അടി നീളവും 10 അടി വീതിയുമാണ് കൊടുത്തിരിക്കുന്നത്. ടി വി വയ്ക്കാനായിട്ട് ഈ ഒരു വോളിലാണ് അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയായിട്ടുള്ള ഡിസൈനിലാണ് വാൾപേപ്പർ വരുന്നത്. അതിന്റെ മുകളിൽ കാണുന്ന പോർഷനിലാണെന്നുണ്ടെങ്കിലും സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. താഴെയൊക്കെ നോക്കുവാണെങ്കിൽ ക്ലോസ്ഡും ഓപ്പൺ കബോർഡുകളും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ കേബിൾ സ്വിച്ചസ് ഒക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലും ലെഗ്രാൻഡിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വയറിംഗ്സ് കണക്ഷൻസ് എല്ലാം തന്നെ അണ്ടർഗ്രൗണ്ട് ത്രൂ ആണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് ഡൈനിങ്ങിലേക്കാണ്. വലിയൊരു ഡൈനിങ് ഏരിയ ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഫ്ലോർ ടൈലുകൾ നമുക്ക് 2 കളറിലായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 17 അടി നീളവും 13.5 അടി വീതിയുമാണ് ഡൈനിങ് സ്പേസിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ഉടനായിട്ടാണ് സ്റ്റെപ്പുകളൊക്കെ ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ സേഫ് ആയിട്ട് ചെയ്തിട്ട് നമുക്ക് ടഫന്റെ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിൽ ഓപ്പൺ ആണ്. നിങ്ങൾക്ക് അവിടെ ഇൻവെർട്ടേഴ്സ് ഒക്കെ വയ്ക്കാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ സ്റ്റെപ്പുകളുടെ താഴെയും അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഇവിടെയൊക്കെ നോക്കുവാണെങ്കിൽ കാണാം LED സ്ട്രിപ്പുകൾ ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇതുപോലൊരു ടേബിൾ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്തപ്പോൾ അത് മടക്കി വെക്കാവുന്ന രീതിയിൽ ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാൻ, കുട്ടികൾക്ക് പഠിക്കാനൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ റൂഫ് നോക്കുവാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടാണ്, പക്ഷെ വളരെ ഭംഗിയായിട്ടാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് അവിടെ ഒരു ഫാൻ ഫിറ്റിംഗ് കൂടി കിട്ടുന്നുണ്ട്. വാഷ് ഏരിയ നോക്കുവാണെങ്കിലും വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കുവാണെങ്കിൽ നല്ലൊരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. മിറർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വാഷ് ബേസിൻ ഒക്കെ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ സാനിറ്ററി ഐറ്റംസ് എല്ലാം തന്നെ ജാഗ്വാറും സെറയിലും ഒക്കെ മാറി മാറിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ളൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. വാഷ് ബേസിൻ ബ്ലാക്ക് കളറാണ് ഇതിരിക്കുന്നത്. വൈറ്റ് കളർ ഗ്രാനൈറ്റിലാണ്. നമുക്ക് ഡൈനിങ് ഏരിയയിൽ നിന്ന് ഇതേപോലെ ഒരു സ്ലൈഡിംഗ് ഡോർ വരുന്നുണ്ട്. ആ ഡോർ തുറന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ഇവിടുത്തെ പാറ്റോ ഏരിയയിലേക്കാണ്. നമ്മൾ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ കണ്ടതാണ്. ഡോറിന് മുകളിലായിട്ട് ഭംഗിയായിട്ടാണ് ഒരു ക്ലോക്കും കൂടെ നമുക്ക് കിട്ടുന്നത്. നമുക്കിനി ഇവിടുത്തെ കിച്ചൺ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അതിന് മുമ്പായിട്ട് ഇവിടെ 2 ബെഡ്റൂമുകൾ താഴെ കിട്ടുന്നുണ്ട്. ടോട്ടൽ 4 ബെഡ്റൂമുകളാണ് ഈ ഒരു വീട്ടിൽ വരുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ഇവിടുത്തെ നമുക്ക് പുറത്തേക്കുള്ള ഡോറുകളെല്ലാം മുകളിലും താഴെയും ആണെങ്കിലും പുറത്തേക്കുള്ള ഡോറുകളെല്ലാം ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി നമുക്ക് ഇന്റേണൽ ഡോറുകളെല്ലാം ബെഡ്റൂംസിന്റെ ഒക്കെ ഡോറുകൾ നോക്കുവാണെങ്കിൽ നന്നായിട്ട് ട്രീറ്റഡ് ചെയ്ത മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫയർ റെസിസ്റ്റന്റ് ആണ്, വാട്ടർ റെസിസ്റ്റന്റ് ആണ്. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ആ മാറ്റങ്ങൾ അനുസരിച്ച് നിങ്ങൾക്കറിയാം വുഡ് ആണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറുതായിട്ട് തുറക്കാൻ അടയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ആ ഒരു കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊന്നും ബാധിക്കാത്ത നല്ല മെറ്റീരിയലിലാണ് ഡോറുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ വിൻഡോസ് ഒക്കെ നോക്കുവാണെങ്കിലും UPVC യിലൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ വിൻഡോസിനും ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഈ ഒരു വോള് ഭംഗിയായിട്ടുള്ള ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. റൂഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡിസൈനും ലൈറ്റ് ഫിറ്റിങ്ങും ഫാൻ ഫിറ്റിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂം സൈസ് വരുന്നത് 12x12 ഫീറ്റിലാണ്. വാർഡ്രോബുകളും ഡ്രസ്സിംഗ് ടേബിളും എല്ലാം തന്നെ നമുക്ക് ഒരുമിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ടുള്ള കളർ ഷെയ്ഡിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോർ നോക്കുവാണെങ്കിൽ നമ്മൾ കാണാത്ത നല്ലൊരു ഡിസൈൻ തന്നെയാണ് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിനകത്ത് നല്ല രീതിയിലുള്ള ടൈലുകൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നല്ലൊരു ഡിസൈനിലുള്ള ടൈല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ജാഗ്വാർ, സെറ എല്ലാത്തിലും ആയിട്ടാണ് ഫിറ്റിംഗ്സ് വരുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെയാണ്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്കുള്ള ഈ ഒരു വോളിൽ നോക്കിയാൽ നല്ലൊരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 11.5 അടി നീളവും 12 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് 3 വിൻഡോസും ഈ കാണുന്നിടത്ത് 2 വിൻഡോസും ആണ് വരുന്നത്. ഇവിടെയും നമുക്ക് ഭംഗിയുള്ള ഡിസൈനിലാണ് വാൾപേപ്പർ വരുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു സൈഡ് സ്റ്റാൻഡ് കിട്ടുന്നുണ്ട്. ആ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ വരുന്നത്. 2 ഭാഗത്ത് നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബുകൾ വരുന്നത്. മുകളിലെ പോർഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയി കാണാം. റൂഫ് ടച്ച് ആയിട്ട് അവിടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വാർഡ്രോബുകളാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിങ്ങും ഫാൻ ഫിറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. ഈ ബാത്റൂമിന്റെയും ഒരു വോള് നോക്കിയാൽ ഭംഗിയുള്ള ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ ആണ് കാണേണ്ടത്. കിച്ചണിന്റെ എൻട്രൻസിൽ നോക്കുവാണെങ്കിൽ നിറയെ ഓപ്പൺ ഷെൽഫുകളാണ് വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചണിന്റെ സ്ഥാനം വരുന്നത്. നല്ല രീതിയിൽ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്.
കൗണ്ടർ ടോപ്പ് ഒക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഒരു വൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത്. ചുറ്റിനും നോക്കുവാണെങ്കിൽ ടൈല് തന്നെയാണ് വരുന്നത്. മുകളിലെ 2 ലെയറിലും താഴെ 1 ലെയറിലും നല്ല രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി നമുക്ക് കൊടുത്തിട്ടാണ് കബോർഡുകൾ, കിച്ചൺ ക്യാബിനറ്റ്സ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ നമുക്കൊരു ചെറിയ ഫാൻ ഫിറ്റിംഗ് വരുന്നുണ്ട്. വിൻഡോസ് ഈ ഭാഗത്ത് 3 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. ഐബലിന്റെ ഒരു ചിമ്മിണി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ഡോറിലൊക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാനും സെൻസ് ചെയ്യാനുള്ള ഒരു ക്യാമറ യൂണിറ്റ് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇവിടെയാണ് കിട്ടുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അതിനെ കണ്ടിന്യൂ ചെയ്തുള്ള ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ വരുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ചുറ്റിനും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് 2 സൈഡിലും ഡോർ വെച്ചിട്ടാണ് വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. അഡീഷണൽ ആയിട്ട് നമുക്ക് ഷെൽഫ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് വാഷ് ബേസിനും വരുന്നത്, സിങ്കും കിട്ടുന്നുണ്ട്. താഴെയൊക്കെ ആയിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയെല്ലാം നല്ല സ്പേഷ്യസ് ആണ്. ഈ ഒരു ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള വോൾ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് വിൻഡോ കിട്ടുന്നുണ്ട്. ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് വിൻഡോ കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം 2 സൈഡിലും നമുക്ക് LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള ഒരു ഷാൻലിയർ കാണാം. അവിടെയും പാനലിംഗ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് വരുമ്പോൾ ആദ്യം വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസ് ആണ്. നല്ല വലിയൊരു ഹാള് തന്നെയാണ് അപ്പർ ലിവിംഗിനായിട്ട് നമുക്ക് കിട്ടുന്നത്. സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് നമുക്ക് സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് വലിയൊരു ഹാളാണ്. ഇവിടെയായിട്ടാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല രീതിയിലാണ് ഡിസൈനുകൾ വരുന്നത്. ഇവിടെ നമുക്ക് കബോർഡുകളും കിട്ടുന്നുണ്ട്. നമുക്ക് നേരെ കാണുന്ന ഈ ഒരു വോൾ നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് ലീഫി ആൻഡ് ഫ്ലവർ ഡിസൈൻ ഒക്കെ വരുന്നൊരു വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റുകൾ അവിടെയും വരുന്നുണ്ട്. വിൻഡോസ് നോക്കുവാണെങ്കിൽ റൈറ്റ് സൈഡിലായിട്ടാണ്. അതിനകത്തും ബ്ലൈൻഡ്സ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിലും നല്ല ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗും ഫാൻ ഫിറ്റിംഗും ആണ് കിട്ടുന്നത്. നമുക്ക് ഇവിടുത്തെ ബാൽക്കണി ഒന്ന് ആദ്യം കണ്ടു നോക്കാം. സ്റ്റെപ്പ് കയറി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് ബാൽക്കണി വരുന്നത്. ഫ്ലോറിലൊക്കെ നോക്കുവാണെങ്കിൽ മൊറോക്കൻ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് ടഫിന്റെ ഗ്ലാസ് ആണ്. റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. നല്ല സ്പേഷ്യസും ആണ്. നല്ല ഭംഗിയായിട്ടാണ് ബാൽക്കണി ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബാൽക്കണിയുടെ ഈ ഒരു ഡോർ തുറന്ന് ഈ ഒരു സ്പേസിൽ നമുക്ക് ഇതുപോലെ ഒരു ചെറിയ ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് താഴെ ഡബിൾ ഹൈറ്റഡ് ആയിട്ട് വരുന്ന നമ്മുടെ ലിവിംഗ് ഏരിയ ആണ്. ലൈറ്റ് ഒക്കെ നമുക്ക് നല്ല അടുത്ത് വിസിബിൾ ആണ്. നല്ലൊരു ഭംഗിയാണ്. ഇങ്ങനെ സാധാരണ വീടുകളിൽ നമുക്ക് കിട്ടാറില്ല നല്ലൊരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. താഴെ നമ്മൾ 2 ബെഡ്റൂമുകൾ കണ്ടു. ടോട്ടൽ ഇനി 3ാമത്തെ ബെഡ്റൂം ആണ് നമ്മൾ കാണാൻ പോകുന്നത്. 12.5 അടി നീളവും 12 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. നമുക്കിത് ഫർണിഷ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയാം. ബിക്കോസ് ഇതിനകത്ത് വലിയൊരു ഡബിൾ കോട്ട് വരുന്നുണ്ട്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. നമുക്ക് ഈ ഒരു കോട്ട് ഇട്ടിരിക്കുന്നതിന്റെ ആ ഒരു ഹെഡ് പോർഷൻ വരുന്ന ഭാഗത്തുള്ള ആ ഒരു വോള് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഭംഗിയുള്ള ഡിസൈനിലാണ് വാൾപേപ്പർ ചെയ്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള വർക്കുകൾ വരുന്നുണ്ട്. ഗോൾഡൻ ബീഡിങ്സ്, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻ ഫിറ്റിംഗ്സ് എല്ലാം തന്നെ കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഇതുപോലെ സ്ലൈഡ് ചെയ്യാവുന്ന ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കർട്ടൻസ് ഇട്ടിരിക്കുകയാണ്. അതുവഴി നമുക്ക് ഇവിടെ ചെറിയൊരു ബാൽക്കണി പോലെ കിട്ടുന്നുണ്ട്. നമ്മളുടെ തന്നെ ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ വിസിബിൾ ആയിട്ടുള്ളത്. ബെഡ്റൂമിൽ ഇരിക്കുന്ന സമയത്താണെങ്കിൽ താഴെ ഗസ്റ്റുകളൊക്കെ വന്ന് നമുക്ക് ഇവിടെ നിന്ന് കാണാനും സംസാരിക്കാനും ഒക്കെ നല്ലൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഷാൻലിയർ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ഇവിടെ വരുന്നത്. നമുക്ക് ഇവിടുത്തെ ഡ്രസ്സിംഗ് ടേബിൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ വരുന്നത്. നല്ലൊരു ഡിസൈനിലാണ് വലിയൊരു മിററും ഡ്രോയും നമുക്ക് ഇവിടെ കിട്ടുന്നത്. 3ാമത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. ഇവിടെയും നമുക്ക് ഒരു ഹോള് നല്ലൊരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ 4th ബെഡ്റൂം ആണ് കാണേണ്ടത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. 13 അടി നീളവും 11 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. നേരെ വരുമ്പോൾ കാണുന്ന വോളിൽ ഭംഗിയായിട്ട് വാൾപേപ്പർ വരുന്നുണ്ട്. 2 വിൻഡോസ് അവിടെയാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള വിൻഡോസ് നോക്കുവാണെങ്കിൽ ആ ഭാഗത്ത് 3 എണ്ണമാണ്. എല്ലാ വിൻഡോസിലും തന്നെ ബ്ലൈൻഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് വാർഡ്രോബ് വരുന്നത്. മുകളിലേക്ക് നോക്കിയാൽ കാണാം ഇവിടെയും റൂഫ് ടച്ച് ആയിട്ട് കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് നല്ല രീതിയിൽ സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. 4ാമത്തെ ബാത്റൂം നോക്കുവാണെങ്കിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. എല്ലായിടത്തും ഒരു വോള് നല്ല ഡിസൈൻ തന്നെയാണ് വരുന്നത്. ഫൈനലി നമുക്കിനി ഇവിടുത്തെ റീഡിംഗ് റൂം ആണ് കാണേണ്ടത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് റീഡിംഗ് സ്പേസ് വരുന്നത്. റീഡിങ്ങും അതോടൊപ്പം തന്നെ യൂട്ടിലിറ്റിയും കൂടി ആയിട്ടാണ് ഈ റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇതുപോലൊരു ടേബിൾ ഫെസിലിറ്റിയും സ്റ്റോറേജ് ആയിട്ട് നമുക്കൊരു വാർഡ്രോബും എല്ലാം തന്നെ കബോർഡൊക്കെ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത്. ഇത് നല്ലൊരു റൂം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. യൂട്ടിലിറ്റി എന്ന് നമുക്ക് പറയാവുന്ന മാത്രം. മുകളിലൊക്കെ നോക്കുവാണെങ്കിൽ ഫാൻ ഫിറ്റിംഗ് ഡിസൈനുള്ള ലൈറ്റുകളൊക്കെ തന്നെ വരുന്നുണ്ട്. ഇതിന്റെ ഒരു കോർണർ പോർഷനിലായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൂടി കിട്ടുന്നുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡോറുകൾ തന്നെയാണ് ഇവിടെയും വെച്ചിരിക്കുന്നത്.
ഇവിടെ നിന്ന് നമ്മൾ നേരെ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഹാൻഡ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ടെറസിലേക്കുള്ള സ്റ്റെപ്പുകൾ നോക്കുവാണെങ്കിൽ സേഫ് ആയിട്ട് കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഏറ്റവും ടോപ്പിൽ ടെറസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഇതുപോലെ ഒരു ചെറിയ റൂം ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ കാണാം, നമുക്ക് ഇവിടെ ഒരു പ്രഷർ പമ്പ് വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഇൻവെർട്ടർ ഒക്കെ വെക്കാനുള്ള ഒരു പോയിന്റ് കൂടി ഈ ഒരു റൂമിനകത്ത് വരുന്നുണ്ട്. എന്തെങ്കിലും സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഭംഗിയുള്ള ഈ ഒരു വീട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ആലുവ പെരുമ്പാവൂർ റൂട്ടിൽ ബസ് റൂട്ടിൽ നിന്ന് വെറും 950 മീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലേക്കാണ്. ആലുവ മെട്രോ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ എല്ലായിടത്തേക്കും 3.5-4 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. എല്ലായിടത്തേക്കും ഈസി ആക്സസുമാണ് കിട്ടുന്നത്. ഡീറ്റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4.79 ലാൻഡ് അളവ് വരുന്നത്. 2200 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തിരിക്കുന്നത്. 4.79 സെന്റ് ഓഫ് ലാൻഡിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ ബാത്റൂമുകളിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഫെസിലിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഒരു കോമ്പൗണ്ടിനകത്ത് 3 വീടുകളാണ് വരുന്നത്. അതിലൊരു വീടാണെന്ന് സെയിലിനായിട്ട് എല്ലാ വർക്കുകളും കഴിഞ്ഞ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നമുക്കൊരു 3 കാറുകൾക്ക് വരെ മാക്സിമം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നുണ്ട്. വെൽ വാട്ടർ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുകൂടാതെ ടെറസിന്റെ ഏറ്റവും മുകളിൽ റൂഫിൽ ഒരു റൂമിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾ കണ്ടു, പ്രഷർ പമ്പ് കൊണ്ട് നമുക്ക് ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസ് എല്ലാം തന്നെ കിട്ടുന്നുണ്ട്. വളരെ അടുത്താണ് റോഡിൽ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 1,08,00,000 രൂപയാണ്. 1.08 CR എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴി വരുമ്പോൾ നെഗോഷ്യബിൾ ആക്കി ഞങ്ങൾ വാങ്ങിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ ഈസി ടേംസ് ആൻഡ് കണ്ടീഷനിൽ മാർബിൾ ഹോംസ് തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾ മാർബിൾ ഹോംസിലേക്ക് വിളിക്കുന്ന സമയത്ത് നമ്മൾ 2 നമ്പറുകൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും നമ്പർ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ പിക്ക് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ ടൈം വളരെ വിലപ്പെട്ടതാണ്. വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുന്നത് ബുദ്ധിമുട്ടുണ്ട്. ജസ്റ്റ് ആ നമ്പറുകളിലേക്ക് ഒരു വാട്സപ്പ് ഹായ് ആൻഡ് നിങ്ങളുടെ പേര് മാത്രം അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ തിരക്ക് കഴിയുന്ന സമയത്ത് നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. നിങ്ങൾക്കറിയാം, ഡ്രൈവ് ചെയ്ത സമയത്തായിരിക്കാം മേ ബി നിങ്ങളെ വിളിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ സമയം നമ്മൾ കളയുന്നത്. ആ ഒരു ടൈമിൽ ജസ്റ്റ് ഒരു SMS അയച്ച് ഒരു വാട്സപ്പ് മെസ്സേജ് നിങ്ങൾ അയച്ചിടുവാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് വിളിച്ച് നിങ്ങളുടെ സമയം ഫിക്സ് ചെയ്ത് അതനുസരിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്, വിളിക്കുക. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.